8 മനുഷ്യരുടെ കരിഞ്ഞ മനുഷ്യമാംസത്തിന്റെ ഗന്ധം അമിത്ഷായുടെ മുമ്പിൽ കാണിക്കയായി വെച്ച് വണങ്ങി നിന്നയാളാണ് പിണറായി വിജയൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ രാജ്യത്തെങ്ങും കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കുന്നുണ്ട്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാതെ കുടുംബസമേതം 10-20 ദിവസത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉല്ലാസയാത്ര പോയാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ ആരാധകൻ ഒക്കെ ആയിരിക്കുന്നൊരു സാഹചര്യത്തിലും നിങ്ങൾ ബൂർഷ്വാസി വിരുദ്ധതയെക്കുറിച്ച്, പാവപ്പെട്ടവനെക്കുറിച്ച്, തൊഴിലാളിയെക്കുറിച്ച്, തൊഴിലാളികളെക്കുറിച്ച്, അധ്വാനിക്കുന്നവനെക്കുറിച്ച്, ഭാരം ചുമക്കുന്നവനെക്കുറിച്ച് ഒക്കെ പറയുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ അത്ഭുതമുണ്ട്. ഏതായാലും നിങ്ങളുടെ ഒരു വ്യക്തിഗതമായ ഒരു ഗൃഹാതുര സ്മരണകളാണ് നിങ്ങൾ അയവിറക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ വർത്തമാനകാല ഈ സാഹചര്യമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഇല്ല. നിങ്ങളുടെ ഈ ന്യായീകരണങ്ങളൊക്കെ പുതിയ തലമുറയൊക്കെ കേട്ട് ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും എന്നതിനപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും ഇവിടെ നമുക്ക് സ്മൃതി, ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോള് ലഭിച്ച കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഹൈക്കോടതിയുടെ ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ അപ്പീലുകളിലുമൊക്കെയുള്ള വിധി വന്ന കാലഘട്ടം നമുക്ക് പരിശോധിക്കാം. ഏത് സർക്കാരിൻ്റെ കാലത്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പരോള് കിട്ടിയത് എന്നൊക്കെ കൃത്യത വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പോയാൽ മതി. അല്ലാതെ ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളീ പറഞ്ഞ തോക്ക് വിൽപ്പനയും കൊട്ടേഷനും കല്യാണവും മാമാങ്കവും ഒന്നും നടന്നു എന്നുള്ള കാര്യം വെറുതെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പരോള് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് വ്യക്തതയില്ല. എത്ര ദിവസം പരോൾ കൊടുത്തു എന്ന സഭയിൽ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല. അതിന്റെ ക്രെഡിറ്റ് എങ്കിലും എത്ര ദിവസം പരോൾ കൊടുത്തു എന്ന കണക്ക് കെ രമ സഭയിൽ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഏതായാലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇവരൊക്കെ അകത്ത് കയറിയത്. ആദ്യമായിട്ടാണല്ലോ CPM ഒരു കൊലപാതകം നടത്തിയിട്ട് അവർ തരുന്ന പ്രതികൾക്ക് പകരം യഥാർത്ഥ പ്രതികൾ അകത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ ഈ പുകില് മുഴുവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പ്രതികൾക്ക് പ്രത്യേക കരപരിലാളനങ്ങൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൊലപാതക കേസുകൾ CPM-ൻ്റേതായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ആ 100 കണക്കിന് പ്രതികൾ ഇവിടെ ജയിലിൽ ഇപ്പോഴും ഉണ്ട്. എത്രയോ പേരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നുമില്ലാത്ത പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടാകാൻ കാരണം അതൊക്കെ പാർട്ടി നിയോഗിച്ച വാടക പ്രതികളായിരുന്നു. ഇത് യഥാർത്ഥ പ്രതികളായിപ്പോയി. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ അനാവൃതമാകും. എനിക്ക് വലിയൊരു ഭയമുണ്ട്. ഇവർ ഒരു തെറ്റിനും മറ്റ് വലിയൊരു തെറ്റുകൊണ്ട് ഇങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവസാനം ഇതിൽ ആരെങ്കിലുമൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ കൊല്ലപ്പെടില്ല എന്ന് ആര് കണ്ടു? കാരണം ആത്യന്തികമായിട്ട് അങ്ങനെയൊക്കെയാണ് തെറ്റുകൾ മൂടിവെക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ അനുവർത്തിച്ചു പോരുന്ന രീതി. ഏതായാലും ഒരു ജനാധിപത്യ ഭൂമികയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിസത്തിൻ്റെ അതിനുമേൽ അടയിരുന്ന മുട്ട വിരിയിക്കാനൊക്കെ ശ്രമിക്കുന്നൊരു കാഴ്ച തീർച്ചയായിട്ടും വളരെ ദയനീയമാണ്. CPM ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലഘട്ടം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയുമില്ല എന്നുള്ള കാര്യം തറപ്പിച്ച് പറയാൻ കഴിയും. വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതിനു ശേഷവും അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അടിസ്ഥാനപരമായ റൂട്ട് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അതിന് തിരിച്ചു വരാൻ പറ്റാത്ത വിധമൊക്കെ വലിയ ഗതികേടിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും CPM എന്ന പാർട്ടിയുടെ സാന്നിധ്യമൊക്കെ ജനാധിപത്യത്തിന് അനുപേക്ഷണീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരത്തിലൊക്കെയാണ് ഇവരുടെ ചെയ്തികളും പ്രവൃത്തികളുമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നൽകാൻ വരുന്ന ശിക്ഷകളൊക്കെ കഠിനമായിരിക്കും. അതൊക്കെ മുതലെടുക്കാനുള്ള ശക്തികളൊക്കെ കേരളത്തിലൊക്കെ തക്കം പാർക്കുന്നുണ്ട് എന്ന വെല്ലുവിളിയെ കൂടി മറികടക്കുന്നൊരു ദൗത്യം കോൺഗ്രസ് ഒരു ഇരട്ടി ഭാരം പോലെ നിറവേറ്റേണ്ടി വരും. അത് ചെയ്യേണ്ട സാഹചര്യമാണ് സമാഗതമാകുന്നത് എന്ന് തന്നെ വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് സ്മൃതി. ഏതായാലും ടി.പി. ചന്ദ്രശേഖരൻ്റെ കേസിൽ ഇവർ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നതിന് മേൽമേൽ പെരുമാറുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അത് ആ ഒരു ബോധ്യം CPM-ന് ഉണ്ടാകുന്നത് നന്നാവും. Debate with Smriti Parithikad.